ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ഡിഫറൻസ്, മീനിങ്. Human resource management implies the governance of manpower of the organization in a thorough and structured manner. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ മാൻ പവറിനെ ഒരു സ്ട്രക്ചേർഡ് മാനറിൽ നമ്മൾ മാനേജ് ചെയ്യുക. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മാനേജറിയൽ ഫങ്ഷൻ വിച്ച് ഇംപ്ലൈസ് ഫ്രെയിമിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജീസ് ഇൻ സച്ച് എ വേ ടു ഡയറക്റ്റ് എംപ്ലോയീസ് എഫേർട്സ് ടുവേർഡ്സ് ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ എഫേർട്സ് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമ്മൾ എംപ്ലോയിയുടെ എഫേർട്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഏത് വഴിയിലാണ് എംപ്ലോയീസിൻ്റെ എഫേർട്സിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്യുന്നതിനാണ് എന്ത് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് തന്നെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്തിട്ട് കൂടുതൽ റിസൾട്ട് എംപ്ലോയീസിന് ആയിട്ടും അതുപോലെ ഓർഗനൈസേഷൻ്റെ ഗോൾസുമായിട്ടും പുതിയ റിസൾട്ട് കൊണ്ടുവരുന്നതാണ് എന്ത് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ വരുന്നതാണ് നേച്ചർ എന്തൊക്കെയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവാണ്. സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊആക്റ്റീവാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എന്താണ് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും, അതായത് എംപ്ലോയീസ് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും അവരുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എങ്ങനെയെന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരുടെ സഹായമൊന്നും കൂടാണ്ട് തന്നെ അവർ അവരെന്ത് ജോലിയാണോ ചെയ്യാനുള്ളത് അതിനനുസരിച്ച് അവർ മുൻകൈ എടുത്തിട്ട് അവർ ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ഒരു പ്രൊആക്റ്റീവായിട്ടായിരിക്കും എന്ത് എംപ്ലോയീസിനെ ഇവിടെ ഫ്രെയിം ചെയ്യുന്ന അവിടെ സ്ട്രാറ്റജീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ റെസ്പോൺസിബിലിറ്റി ആർക്കാന്ന് വെച്ചാൽ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റിനാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഉള്ളത്. സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ലൈൻ മാനേജേഴ്സാണ് എന്ത് അവിടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതും അതിനനുസരിച്ചിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നടത്തുന്നത് ലൈൻ മാനേജറായിരിക്കും. നെക്സ്റ്റ് ഡിഫറൻസ്, അപ്രോച്ച്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്നത് ഫ്രാഗ്മെൻറ്റഡ് അപ്രോച്ചാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ചാണ്. അതായത് ഫ്രാഗ്മെൻറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോബ്സൊക്കെ എന്താണ് ഓരോ ചെറിയ പാർട്ടൊക്കെ ആയിട്ട് വിഭജിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്രോച്ചിലായിരിക്കും എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. പക്ഷേ സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തത്തിൽ ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ച് ഉപയോഗിക്കുന്നത്. എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടാണ് എംപ്ലോയീസ് ഇവരുടെ എഫേർട്ടൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ പറയുന്നതാണ് സ്കോപ്പ്, കൺസേൺഡ് വിത്ത് എംപ്ലോയി റിലേഷൻസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് തമ്മിൽ എന്താണ് ഒരു റിലേഷൻസ്, എങ്ങനെയുള്ള റിലേഷൻസാണ് അതിനെയൊക്കെ കൺസേൺ ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ കൺസേൺഡ് വിത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻസ്. അതായത് ഇവിടെ എന്ത് വരുന്നുണ്ട് എംപ്ലോയീസിനുള്ള, അതായത് ഓർഗനൈസേഷൻ്റെ അകത്തുള്ള റിലേഷനും അതുപോലെ പുറത്തുമായിട്ട് ഓർഗനൈസേഷൻ്റെ പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും, കസ്റ്റമർ ഉണ്ടായിരിക്കാം, സപ്ലയർ ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് എങ്ങനെ ആ റിലേഷൻസ് എങ്ങനെയാണെന്ന് കൺസേൺ ചെയ്യുന്നതാണ് എന്ത് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ. നെക്സ്റ്റ് വരുന്നതാണ് ടൈം ഹോറിസൺ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം പീരീഡിലേക്കാണ് എന്ത് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ സ്ട്രാറ്റജി എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും ലോങ് ടേമിക്ക് വേണ്ടിയിട്ടായിരിക്കും. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ പുതിയ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എന്ത് അത് ഹ്യൂമൻ റിസോഴ്സിൽ സെറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ്
സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുക എങ്ങനെയായിരിക്കും, ഇതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്കായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഫോക്കസ് ഓൺ ആക്ടിവിറ്റീസ് ഓൺ റിസൾട്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ഓൺ ആക്ടിവിറ്റീസ് ആയിരിക്കുന്നത് ചെയ്യുന്നത്. കാരണം എംപ്ലോയീസ് എങ്ങനെയൊക്കെയാണ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്, അവരുടെ ആക്ടിവിറ്റീസ് എത്ര, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് അവർ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നുള്ളത് ഒന്ന് മാനേജ് ചെയ്യലാണെന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ. പക്ഷേ സ്ട്രാറ്റജിക്കൽ പറഞ്ഞാൽ ഓൺ റിസൾട്ട്, ഫോക്കസ് ഓൺ റിസൾട്ട്. ഇവരെങ്ങനെയൊക്കെ എഫേർട്ട് എടുത്താൽ ഓർഗനൈസേഷൻ്റെ ഓർഗനൈസേഷൻ്റെ റിസൾട്ട് കൊണ്ടുപോകാൻ പറ്റും, ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് മെയിനായിട്ട് സ്ട്രാറ്റജിക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ പറയുന്നതാണ് സിഗ്നിഫിക്കൻസ് ടു ഫെസിലിറ്റേറ്റ് ദി ആക്ടിവിറ്റീസ്. അതായത് ഇതിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ടിവിറ്റീസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ചെയ്യുന്നുണ്ട് അതിനൊന്നും കൂടി എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്ട്രാറ്റജിക്കലി പറഞ്ഞാൽ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി. അതായത് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അക്കൗണ്ടബിലിറ്റി, അതായത് എവിടെയാണ് ഉത്തരവാദിത്തം എവിടെയാണുള്ളത്. കോസ്റ്റ് സെൻറ്ററിലായിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷേ സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിലായിരിക്കുന്നത് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടബിലിറ്റി. അതായത് ഇവർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ടും ഉത്തരവാദിത്തം കോസ്റ്റിലായിരിക്കും, മറ്റേതിൽ പറഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിലായിരിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് ലാസ്റ്റ് വൺ കൺട്രോൾ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഒരു സ്ട്രിഞ്ചൻറ്റ് കൺട്രോൾ ഓവർ എംപ്ലോയീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ കർശനമായിട്ടുള്ള കൺട്രോൾ ആയിരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എംപ്ലോയീസിൻ്റെ മുകളിൽ സുപ്പീരിയേഴ്സിന് ഉണ്ടായിരിക്കുക. കാരണം അവർ ഇത്രത്തോളം വർക്ക് ചെയ്യണം അങ്ങനെ എന്നുള്ള സ്ട്രിഞ്ചൻറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. പക്ഷേ സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എന്തായിരിക്കും, ലിനിയൻസി ആയിരിക്കും. ലിനിയൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അവരായിട്ട് ഒന്നും കൂടി അയവുള്ള രീതിയിലൊക്കെ ആയിരിക്കുന്നത് എംപ്ലോയീസായിട്ട് ഇടപഴകുന്നത്. അപ്പോൾ കൂടുതൽ റിസൾട്ട് ഒരു ഓർഗനൈസേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും അതുപോലെ സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ആണ് റോൾ ഓഫ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്ന റോൾസ്? സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ അഡ്രസ്സിങ് ആൻഡ് സോൾവിങ് പ്രോബ്ലംസ് വാട്ട് എഫക്റ്റ് പീപ്പിൾ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ ദി ലോങ് റൺ ഗ്ലോബലി. അതായത് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ പീപ്പിൾസിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക. അത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റ് ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് അതിനെ കണ്ടെത്തുക, അതിനെ അഡ്രസ്സ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് അതിനനുസരിച്ച് ലോങ് റൺ ആയിട്ട് അനുസരിച്ച് സ്ട്രാറ്റജീസൊക്കെ സെറ്റ് ചെയ്യലാണ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്നത്. സോ ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് ഈസ് ടു ഇൻക്രീസ് എംപ്ലോയീസ് സ്കിൽസ് ബൈ ഫോക്കസിങ് ഓൺ ബിസിനസ് പ്രോബ്ലംസ് ദാറ്റ് ഹാപ്പൻസ് ഔട്ട്സൈഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഇവർ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയിയുടെ സ്കില്ല് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് എംപ്ലോയീസ്ക്ക് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഓർഗനൈസേഷനെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ നിലവിലുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സ്കില്ല് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജീസൊക്കെ സെറ്റ് ചെയ്യുക, അവർക്ക് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യലാണ് മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. The actions that needed to be taken at first for a strategy human resource manager is to identify key HR areas where strategies will be implemented in the future to improve employee productivity, motivation and skill. അതായത് ഇവർ എന്തിനൊക്കെ വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കും, ഹ്യൂമൻ റിസോഴ്സിനെ അവരുടെ കീ ഏരിയാസ് ഏതൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഞാൻ അതിന് എന്തൊക്കെ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വരുന്നത് വേർ സ്ട്രാറ്റജീസ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി ഫ്യൂച്ചർ, എങ്ങനത്തൊക്കെ എവിടെയൊക്കെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം.
അതായത് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇതിനൊക്കെയാണ് മെയിനായിട്ട് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അവരുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക, അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ചെയ്യുന്നതാണ് അവരുടെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസിനസ് പ്രോബ്ലംസിനെ അത് എഫക്റ്റ് ചെയ്യും, അപ്പോൾ അതിന് സ്കില്ലും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ മോട്ടിവേഷൻ കൊടുക്കുക, അതുപോലെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെയാണ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്ന റോളുകൾ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റാണ് HRM's റോൾസ് ഇൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ. അതായത് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് എന്തൊക്കെ റോൾസ് ഉണ്ട്, എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് സ്ട്രാറ്റജി ഫോർമുലേഷനിൽ വരുന്ന മെയിൻ റോൾസ്. ഫസ്റ്റ്, എ കമ്പനി ഓവറോൾ സ്ട്രാറ്റജി പ്ലാൻ ഈസ് ഫോർമുലേറ്റഡ് ബൈ ഐഡൻറ്റിഫൈങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. HRM can play a vital role in environmental scanning so as to identify and analyze extreme opportunities and threats that may be crucial to the company's success. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓവറാൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ട്രാറ്റജി പ്ലാനുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എൻവയോൺമെൻറ്റ് സ്കാനിങ്ങിൽ തന്നെ എന്തൊക്കെ വരും, സ്ട്രെങ്ത്ത് വീക്ക്നെസ്സും ത്രെട്ടും ഓപ്പർച്യൂണിറ്റീസൊക്കെ വരും. അപ്പോൾ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വൈറ്റൽ റോൾ തന്നെ അതിൽ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഈ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സ്കാനിങ് നടത്തുമ്പോൾ അവിടെ എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ ത്രെറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഒരു കമ്പനിയുടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓർഗനൈസേഷൻ എന്തൊക്കെ സ്ട്രെങ്ത്തുകളുണ്ട്, അതായത് എത്രത്തോളം അവർക്ക് വരാൻ പറ്റും, ഫിനാൻഷ്യലായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എംപ്ലോയി ഹ്യൂമൻ റിസോഴ്സിൻ്റെ സ്ട്രെങ്ത് ആണെങ്കിലോ അല്ലെങ്കിൽ മെഷീനിലുള്ള സ്ട്രെങ്ത്, അപ്പോൾ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ കമ്പനിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, ഇവർ ഈ സ്ട്രെങ്ത് ഉപയോഗിച്ച് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് പുറത്ത് അവൈലബിൾ ആണ്, അതുപോലെ ഈ നെഗറ്റീവ്സ് കാരണം എന്തൊക്കെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്ന ത്രെറ്റ്സ്. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഒരു കമ്പനിയുടെ സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്ട്രെങ്ത്ത് വീക്ക്നെസ്സിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇല്ലാണ്ടേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓൾസോ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ പ്രോസസ് ബൈ സപ്ലൈയിങ് ഇൻഫർമേഷൻ കൺസേണിങ് ദി കമ്പനീസ് ഇൻറ്റേർണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതായത് കമ്പനിയുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത്, കമ്പനിക്ക് അകത്ത് എന്തൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത്ത്, അവരുടെ വീക്ക്നെസ് എന്നൊക്കെ അതിനുള്ള ഇൻഫർമേഷൻസൊക്കെ കൊടുക്കുന്നത് ആരാണ്, ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഫോർമുലേഷനിൽ വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് റോൾ ഇൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. HRM plays a crucial role in the successful implementation of strategy plans. അതായത് സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷന് ആരുടെ റോളുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് റോളുണ്ട്. പിന്നെ പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്സ് എക്സിക്യൂഷൻ ഓഫ് സ്ട്രാറ്റജി ഇൻ അതർ വേസ് ആസ് വെൽ in the form of downsizing and restructuring employees, institutions, performance-based pay plans, reducing health care cost, etc. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്തുകൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സിക്യൂഷൻ ഓഫ് സ്ട്രാറ്റജിയുടെ എക്സിക്യൂഷൻ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ നടത്തിപ്പിനും കൂടി ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എംപ്ലോയീസിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതിന് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടൊക്കെ ആര് തന്നെയാണ്, ഹെൽത്ത് കെയർ, അതുപോലെ
പേ പ്ലാൻസ് ആ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ എക്സിക്യൂഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ അല്ലെങ്കിൽ ഫോർമുലേഷനിൽ എക്സിക്യൂഷനിലൊക്കെ ഒരു വൈറ്റൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റോള് തന്നെ ആർക്കുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനുണ്ട്.